നമസ്കാരം. ഒരു കാലത്ത് ബംഗ്ലാദേശുകാർ ഹസീനയെ പട്ടാള ഭരണത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ച ഉരുക്കു വനിതയെന്ന് വാഴ്ത്തിയിരുന്നു. അനുയായികൾക്ക് ആധുനിക ബംഗ്ലാദേശിന്റെ ശില്പിയും വികസന നായികയുമായിരുന്നു ഇവർ. പക്ഷേ 15 വർഷം നീണ്ടുനിന്ന ഭരണം ഉരുക്കു മുഷ്ടിയാലുള്ളതായി മാറിയപ്പോൾ ഹസീന വീണു. വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രക്ഷോഭ കൊടുങ്കാറ്റ് നേരിടാനാകാതെ രാജ്യം വിട്ടോടേണ്ടി വന്നു. ഒടുക്കം പ്രക്ഷോഭകർക്കെതിരെ നിറയൊഴിക്കാൻ ഉത്തരവിട്ടതിന്റെ പേരിൽ അവർക്ക് വധശിക്ഷയും വിധിക്കപ്പെട്ടു. ബംഗ്ലാദേശിനെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഭരണത്തിലെ കറുത്ത ഏടുകളായി. ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന്റെ ട്രിബ്യൂണൽ പ്രഖ്യാപിച്ച വിധിയിൽ ഇന്ത്യ കരുതലോടെയാണ് പെരുമാറിയത്. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടതിനു ശേഷം ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയതിനെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് കോടതി വിധി വന്നിരിക്കുന്നത്. ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കാനും അന്താരാഷ്ട്ര വേദികളിൽ ഈ ആവശ്യം ഉന്നയിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനുമുള്ള നീക്കം ബംഗ്ലാദേശിലെ ഭരണകൂടം കൈക്കൊണ്ടേക്കും. കുറ്റവാളികളെ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ടെന്നും ഇത് പാലിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥമാണ് എന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്ക് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയിൽ അജ്ഞാത സ്ഥലത്തെ രാഷ്ട്രീയ അഭയത്തിൽ കഴിയുകയാണ് ഹസീന. ട്രിബ്യൂണൽ വിധി വന്നതിനു ശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ നയതന്ത്ര ജാഗ്രത പാലിച്ചാണ് പ്രതികരണം നടത്തിയത്. വിധിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് അഭിപ്രായം പറയാതെ ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വിധി ഇന്ത്യയുടെ ശ്രദ്ധയിലുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അടുപ്പമുള്ള അയൽ രാജ്യം എന്ന നിലയിൽ ജനങ്ങളുടെ സമാധാനം, ജനാധിപത്യം, സമഗ്രത, സ്ഥിരത എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബംഗ്ലാദേശ് ജനതയുടെ താൽപര്യങ്ങൾക്ക് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി ബന്ധപ്പെട്ട എല്ലാവരുമായി ക്രിയാത്മകമായ ഇടപെടൽ നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ 2024 ജൂലൈയിൽ ആരംഭിച്ച പ്രതിഷേധ പ്രളയത്തിലാണ് അക്കൊല്ലം ആദ്യം വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തിയ ഹസീന സർക്കാർ ഒലിച്ചുപോയത്. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്ക് സർക്കാർ ജോലികളിൽ ഉണ്ടായിരുന്ന 30% സംവരണമാണ് പ്രക്ഷോഭത്തിന് ഇടയാക്കിയത്. സർവകലാശാല വിദ്യാർത്ഥികൾ നയിച്ച വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികൾ എന്ന പ്രസ്ഥാനമായിരുന്നു പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ. ഇവരെ നേരിടാൻ ഹസീനയുടെ പോലീസ് രംഗത്തിറങ്ങി. പിന്നാലെ പട്ടാളവും വന്നു. ഹസീന നേതൃത്വം നൽകുന്ന അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ ബംഗ്ലാദേശ് ചരിത്ര ലീഗും പ്രക്ഷോഭകരോട് ഏറ്റുമുട്ടി. 1000-ലേറെ പേർ മരിച്ചു വീണു. 14,000 പേർക്ക് പരിക്കേറ്റു. 11,000 പേർത്തോളം അറസ്റ്റിലായി. ബംഗ്ലാദേശ് രൂപവൽക്കരിക്കപ്പെട്ടതിന് പിറ്റേ വർഷം 1972 സർക്കാർ ജോലികളിൽ സംവരണം നിലവിൽ വന്നത്. 2018 ഹസീന പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ വലിയൊരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം തന്നെ നടന്നു. തിരഞ്ഞെടുപ്പ് വർഷമായതിനാൽ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പിന്മുറക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന 30% സംവരണം സർക്കാർ അങ്ങ് റദ്ദാക്കി. ഇക്കൂട്ടരിൽ ചിലർ കോടതിയിൽ പോയി. അവർക്ക് അനുകൂലമായി ജൂലൈ 7 ഹൈക്കോടതി വിധി വന്നു. അതോടെയാണ് ബംഗ്ലാദേശ് കലാപത്തിൽ മുങ്ങിയത്. പ്രക്ഷോഭത്തിൽ മരണസംഖ്യ കുതിച്ചുയർന്നതോടെയാണ് സുപ്രീം കോടതി പ്രശ്നത്തിൽ ഇടപെട്ടതും 56% സംവരണം വെറും 7% കുറയ്ക്കുകയും ചെയ്തു. എന്തായാലും പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ നിക്കക്കളിയില്ലാതെ ഹസീന ഇന്ത്യയിലേക്ക് ഒളിച്ചോടുകയായിരുന്നു. എന്തായാലും ഇന്ത്യ ഹസീനയ്ക്ക് അഭയം നൽകി. ഇനി വരും നാളുകളിൽ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.